5 വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ബി.ജെ.പി. നേതാവ് ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ദില്ലി കോടതി കുറ്റം ചുമത്തി. സ്ത്രീത്വത്തെ അപമാനിച്ചതിനും കേസെടുത്തു. 354 വകുപ്പുകൾ പ്രകാരമാണ് ബ്രിജ്ഭൂഷണെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി ജിൽബി ചേരുകയാണ്. ജിൽബി, ഞാൻ മനസ്സിലാക്കുന്നത് ദില്ലിയിലെ റോസ് അവന്യൂ കോടതിയാണ് ഇത്തരത്തിൽ ബ്രിജ്ഭൂഷണെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത്. 354 വകുപ്പുകൾ പ്രകാരം ബ്രിജ്ഭൂഷണെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നു. സമഗ്ര വിവരങ്ങൾ എന്തെല്ലാമാണ്? നീലിമ, തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഗുസ്തി പ്രദേശ് മുൻ അധ്യക്ഷനും കൈസർഗഞ്ച് സിറ്റിംഗ് എംപിയുമായ ബ്രിജ്ഭൂഷണെതിരെ ഇപ്പോൾ ദില്ലി റോസ് അവന്യൂ കോടതി കുറ്റം ചുമത്തിയിരിക്കുന്നത്. അതായത് വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് ഇത്തരത്തിൽ ഈ കുറ്റം ചുമത്താൻ ഇപ്പോൾ ദില്ലി റോസ് അവന്യൂ കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ലൈംഗിക അതിക്രമം, അതായത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം, അതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കുറ്റം ചുമത്താനായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കുറ്റം ചുമത്താൻ മതിയായ വസ്തുക്കൾ കണ്ടെത്തിയതായിട്ടും ഇപ്പോൾ കോടതി വിലയിരുത്തുന്നുണ്ട്. ഓരോ അതിജീവിതയുടെയും പേരിൽ 354 വകുപ്പുകൾ പ്രകാരമാണ് ബ്രിജ്ഭൂഷണെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത്. അതായത് ഈ പരാതികളിൽ വെവ്വേറെ തന്നെ ഇത്തരത്തിൽ വകുപ്പുകൾ ചേർത്ത് കുറ്റം ചുമത്താനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗുസ്തി ഫെഡറേഷൻ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് തോമറിനെതിരെയും ഈ കുറ്റം ചുമത്തിയിട്ടുണ്ട്. അതായത് കുറ്റകരമായ ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് വിനോദ് തോമറിനെതിരെയും ഇപ്പോൾ കോടതി കുറ്റം ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തിലായിരുന്നു ബ്രിജ്ഭൂഷൺ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് രാവിലെ കൂടി ബ്രിജ്ഭൂഷൺ മാധ്യമങ്ങളെയൊക്കെ കണ്ടപ്പോൾ സംസാരിച്ചത്, അതായത് പാർട്ടി തനിക്കൊപ്പമുണ്ട്, അതുകൊണ്ടാണ് കൈസർഗഞ്ചിൽ തന്റെ മകനെ നിർത്താൻ അല്ലെങ്കിൽ സീറ്റ് തന്റെ മകന് നൽകിയതെന്നുള്ള കാര്യങ്ങളൊക്കെയായി ബ്രിജ്ഭൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായത്. നമുക്കറിയാം, വലിയ രീതിയിൽ ഉള്ള ഒരു രാജ്യത്തെ തന്നെ നാണം കെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ട് പോലും അതിൽ ബി.ജെ.പിയോ കേന്ദ്ര സർക്കാരോ ഏത് രീതിയിലാണ് നടപടിയെടുക്കാനോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവർ മുമ്പോട്ട് പോയതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ വനിതാ ഗുസ്തി താരങ്ങൾ തെരുവിലിറങ്ങി അവരുടെ നീതിക്ക് വേണ്ടി പോരാടുന്ന അവസ്ഥകളൊക്കെ നമ്മൾ കണ്ടത്. 7 ഗുസ്തി താരങ്ങളായിരുന്നു ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം ആരോപിച്ചുകൊണ്ട് ബ്രിജ്ഭൂഷണെതിരെ രംഗത്തെത്തിയത് അല്ലെങ്കിൽ പരാതി നൽകിയതിൽ പ്രായപൂർത്തിയാകാത്ത ഒരു താരത്തെ സമ്മർദ്ദം ചെലുത്തി പരാതി പിൻവലിക്കുന്ന അവസ്ഥയും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 6ാമത്തെ ഗുസ്തി താരത്തിന്റെ കേസിൽ ബ്രിജ്ഭൂഷണെതിരെ കുറ്റമില്ല. പക്ഷെ 5 വനിതാ ഗുസ്തി താരങ്ങൾ നൽകിയ ലൈംഗിക പരാതിയിലാണ് ഇപ്പോൾ ബ്രിജ്ഭൂഷണെതിരെ ദില്ലി റോസ് അവന്യൂ കോടതി കുറ്റം ചുമത്തിയിരിക്കുന്നത്. നീലിമ, അതായത് ജിൽബി, കഴിഞ്ഞ വർഷം ജൂണിൽ തന്നെ ബ്രിജ്ഭൂഷണെതിരെ ഈ വനിതാ ഗുസ്തി താരങ്ങൾ ഉന്നയിച്ച ലൈംഗിക അതിക്രമ ആരോപണങ്ങളിൽ ഡൽഹി പോലീസ് കുറ്റപത്രം സമർപ്പിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇത് മുന്നോട്ട് പോകുന്നതിന് വലിയ തരത്തിലുള്ള വിഘാതങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കോടതിയെ സ്വാധീനിക്കാനടക്കമുള്ള ശ്രമങ്ങൾ അവിടെ നടന്നിരുന്നു എന്ന കാര്യങ്ങൾ പുറത്തു വന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് വേളയിലും ബ്രിജ്ഭൂഷണെ കൈയൊഴിയാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല, ബി.ജെ.പി. തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന് സീറ്റ് നൽകിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മകന് സീറ്റ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. യഥാർത്ഥത്തിൽ കെജ്രിവാൾ കേസിൻ്റെ തൊട്ടുപുറകെ ഈ ബ്രിജ്ഭൂഷണെതിരായ ഈ കോടതിയുടെ ഈ നടപടിയും വലിയ തോതിൽ ബി.ജെ.പിയെ സമ്മർദ്ദത്തിലാക്കുകയല്ലേ? തീർച്ചയായും നീലിമ, കാരണം അല്പം മുമ്പാണ് അല്ലെങ്കിൽ കുറച്ച് സമയങ്ങൾക്ക് മുമ്പാണ് നമ്മൾ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തതും അല്ലെങ്കിൽ ആ കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ ബി.ജെ.പിക്കും ഏറ്റ കരുത്ത തിരിച്ചടിയെ നമ്മൾ കാണുകയും ചെയ്തത്. കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിനെ നീക്കാനുള്ള ശ്രമമൊക്കെ ബി.ജെ.പി നടത്തിയതിന്റെ ഇഡിയെ ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയതിന്റെ കാര്യങ്ങളൊക്കെ കണ്ടു. അവർക്കേറ്റ വലിയ തിരിച്ചടി തന്നെയായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ദില്ലി റോസ് അവന്യൂ കോടതിയിൽ നിന്നും ബ്രിജ്ഭൂഷണെതിരെ ഒരു നടപടി ഉണ്ടാകുന്നത്.